ആലുവ എടത്തലയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 35 പേർക്ക് പരിക്കേറ്റു. ആലുവയിൽ നിന്ന് പൂക്കാട്ടുപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സെന്റ് തോമസ് ബസ്സും ആലുവ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാംഷാ CP അപകട സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. രാംഷാ, ആ ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസ് കണ്ടാൽ അറിയാം എത്രത്തോളം ഗുരുതരമായ അപകടമാണ് ഉണ്ടായതെന്ന്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിഞ്ഞത്. മറ്റു വിവരങ്ങൾ? അതോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന എടത്തലയിലാണ്. ആലുവയിൽ നിന്നും പൂക്കാട്ടുപടിയിലേക്ക് പോകുകയായിരുന്നു ബസ്. സെന്റ് തോമസ് എന്നാണ് ബസിന്റെ പേര്. ഈ ബസ് ആണ് ലോറിയുമായി കൂട്ടിയിടിച്ചത്. ടോറസുമായിട്ടാണ് കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 33 പേർക്കാണ് ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 33 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊരു യുവതിയാണ്. അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവരെ കോഴിക്കോട് സ്വദേശിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏതായാലും അവരുടെ മറ്റു വിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരിൽ പല ആളുകൾക്കും കൈവിരലുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് അപകടം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നമുക്കൊപ്പം ജനപ്രതിനിധികൾ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഈ റോഡിൽ സ്ഥിരമായി ഇങ്ങനെ അപകടങ്ങൾ നടക്കുന്നതാണ്. തീർച്ചയായും ഇവിടെ ഒരു അപകട വളവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും അപകടങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഉന്നതപ്പെട്ട അധികാരികൾക്ക് ചൂണ്ടി മുതൽ പൂക്കാട്ടുപടി വരെ അതിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിന് വീതി കൂട്ടി വളവുകളൊക്കെ നിർത്താൻ. ഈ അപകടത്തിൽ ഇപ്പോൾ പരിക്കേറ്റവർ എല്ലാം എങ്ങനെയാണ് കണ്ടോ? ആശുപത്രിയിൽ പോയി കണ്ടിട്ടുണ്ടോ? ആശുപത്രിയിൽ പോയി കണ്ടു. നമ്മുടെ MLA അടക്കം ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയാണ് അവരുടെ നില? ഒരാളുടെ നില വളരെ സീരിയസ് ആണ്. ബാക്കിയുള്ളവരുടെ നില കുഴപ്പമില്ലാത്ത രീതിയാണ്. അവിടെ ഇവിടെയൊക്കെ അവർക്ക് തലയ്ക്കും താടിയല്ലും മൂക്കിനൊക്കെയാണ് പരിക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ് അതിൻ്റെ അകത്ത് കൂടുതലും ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത്. കൈവിരലുകൾ ഉൾപ്പെടെ അതെ, അത് ഒരാളുടെയാണ്. അത് എനിക്ക് തോന്നുന്നു തിരിച്ചറിയാൻ കഴിയാതിരുന്ന വെച്ചാൽ സ്ത്രീയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റുള്ളവരൊക്കെ കണ്ടപ്പോൾ അതൊന്നും കുഴപ്പമുള്ളതായിട്ട് കണ്ടില്ല അവിടെ. ഇതാണ് മാധു ഇവർ പറയാനുള്ളത്. ഇവിടെ നിരന്തരമായി ഈ നിലയിൽ അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അപകട വളവുകൾ നിരവധിയുണ്ട്. അങ്ങനെ അപകടങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കോളേജ് ബസിന്റെ അപകടമുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഒരു റോഡായി ഈ പൂക്കാട്ടുപടി ആലുവ റോഡ് മാറുകയാണ്. ഇത് വീതി കുറവും അതോടൊപ്പം അപകട വളവുകളും ഇവിടെ ഒരു പ്രധാന പ്രശ്നമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. മാധു, രാംഷാ CP ആണ് അപകട സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ആ വാഹനങ്ങൾ അവിടെ കിടക്കുകയാണ്. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 35 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഡ്രൈവർ സീറ്റ് അടക്കം തകർന്നു പോയത് നമുക്ക് കാണാൻ കഴിയും. ഒരു വശമാകെ ഇടിച്ചു മറിച്ചുകൊണ്ടാണ് ആ ലോറി കടന്നു പോവുകയും ചെയ്തത്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കാണ്. മറ്റുള്ളവർക്ക് വിരലുകളടക്കം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് രാംഷാ റിപ്പോർട്ട് ചെയ്യുന്നത്.